വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടും പോസ്റ്റ് ചെയ്യാൻ കൂടാതെ പോസ്റ്റായി കിടന്ന ഒരു വീഡിയോ ആണിത്. കാസർഗോഡുകാരുടെ സ്വന്തം കൊട്ടയപ്പം. ഈദിനും മറ്റും കാസർഗോഡ് പൊതുവെ കണ്ടുവരുന്ന ഒരപ്പമാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി ബ്ലെൻഡ് ആക്കാം. പഞ്ചസാരയുടെ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായി ബ്ലെൻഡ് ആവണം. ഒരു പാത്രത്തിൽ 4 കപ്പ് മൈദ ഇടുന്നുണ്ട്. 240 ml കപ്പാണ്. കപ്പില്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് എടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ല പങ്ങല നെയ്യും മൈദയും മിക്സ് ആവണം. അതിനുശേഷം അടിച്ചു വെച്ച മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് അതിൽ ചേർക്കണം. എന്നിട്ട് നന്നായി കുഴക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇതിൽ തന്നെ നന്നായി കുഴക്കണം. ഏകദേശം ഒരു ചപ്പാത്തിയുടെ പരുവമില്ലേ, ഇത് ഈ കാണുന്ന പോലെ ഒരു ചപ്പാത്തിന്റെ പരുവമായെങ്കിൽ നമുക്ക് ഇതിനെ ഓരോ ബോൾസായി എടുത്ത് വെക്കാം. കുറച്ച് വലിയ വലിയ ബോൾസ് തന്നെ ആക്കി വെക്കാം. ഓരോ ബോൾസ് എടുത്തും അച്ചിൽ വെച്ച് അമർത്താം. നല്ലോണം തടി വായിക്കൂടാ, നല്ലോണം തെളുപ്പ് വായിക്കൂടാ. ഏകദേശം ഈ ഒരു കട്ടിക്ക് വേണം. അതിനുശേഷം ഇരുമ്പിന്റെ ഒരു മൂട് ഉണ്ടാകുന്നില്ലേ, നെരുന്നിനെല്ലാം ഉണ്ടാവുന്ന മൂടാണ്. ആ മൂടെടുത്ത് അതിന്റെ പകുതി ഭാഗം വെച്ച് അതിൽ പ്രസ്സാക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ പ്രസ്സാക്കി ഹാഫ് മൂൺ ഷേപ്പിൽ എടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട് പോലെ ഉണ്ട്, പക്ഷെ വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പാത്രത്തിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല ചൂടാവുമ്പോൾ നമുക്ക് ഓരോ അപ്പങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം നല്ലോണം കായും. എല്ലാ സൈഡും ഒരുപോലെ കായില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എന്നിട്ട് ഒരു യെല്ലോയിഷ് കളർ ആവുമ്പോൾ തന്നെ എടുക്കാം. ഈ ഒരു പരുവത്തിൽ എടുക്കാം. ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ചും കൂടി കായും, ജസ്റ്റ് ഒന്ന് കളർ കുറച്ചും കൂടി കൂടും. അതുകൊണ്ട് ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ എടുക്കാം. ഇങ്ങനെ എല്ലാം അങ്ങനെ ചുട്ടെടുക്കാം. ഇതിന്റെ ചൂടെല്ലാം പോയ ശേഷം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഒരളവിൽ ഇട്ടേക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് നളുത്തു പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു.